ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് താരിഫ് 90 ദിവസത്തേക്ക് നീട്ടിവെച്ചു എന്ന വാർത്തയെ തുടർന്ന് ബുധനാഴ്ച ഏതാണ്ട് 7-12% അമേരിക്കൻ വിപണികളെല്ലാം നല്ല രീതിയിൽ പോസിറ്റീവായിരുന്നു. അതേ തുടർന്ന് ബുധനാഴ്ച ഏഷ്യൻ വിപണികളും എല്ലാം അതിന്റെ ഒരു പ്രതിഫലനം കണ്ടിരുന്നു. ഇനി ചൈനയും യുഎസും തമ്മിലുള്ള ട്രേഡ് വാറിൽ പരസ്പരം രണ്ടുപേരും വേറെ വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറല്ല എന്നുള്ള രീതിയിൽ പരസ്പരം താരിഫ് ചുമത്തുകയും അതുപോലെ തന്നെ ചൈന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെതിരെ ഇതിനെ പരാതിയായി സമീപിക്കുകയും ചെയ്തതോടെ വ്യാപാര യുദ്ധം കനക്കുകയും ഇന്നിപ്പം മിക്ക മാർക്കറ്റുകളും ഏതാണ്ട് 3%, 4% മൈനസ് ആയിട്ടാണ് അമേരിക്കൻ വിപണികളെല്ലാം ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ആ നേട്ടത്തിന്റെ ഏതാണ്ട് 30%ഓളം ഇന്നലത്തെ മാർക്കറ്റിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 125% താരിഫാണ്. മറ്റു ചാർജുകളെല്ലാം ഉൾപ്പെടെ 145%ത്തിലേക്ക് എത്തുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് വരുന്നത്. പൊതുവെ രണ്ട് രാജ്യങ്ങൾക്കും ഈ താരിഫ് ഏർപ്പെടുത്തുന്നത് വളരെയധികം ദോഷമുണ്ടാക്കുകയും മൊത്തത്തിൽ ഇത് ആഗോള മാർക്കറ്റിനെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം മൈനസിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ GNX നിഫ്റ്റി അല്പം ഏതാണ്ട് 500ഓളം പോയിന്റ് പ്ലസ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ നമുക്ക് മാർക്കറ്റ് അവധിയായതിനാൽ ആ ഒരു ഇന്നലത്തെ ആ ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റ് അഡ്ജസ്റ്റഡ് ആവാൻ ഒരു അല്പം സമയം എടുക്കും. ഏതായാലും നമ്മളുടെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ വോളറ്റാലിറ്റിയിൽ ആരും പെട്ടുപോകാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക. ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കണമെങ്കിലും ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായമൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തിരഞ്ഞെടുപ്പ് ഫണ്ട് നൽകിയവർക്ക് അനുകൂലമായി ഓഹരി മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ഒരു അവസരം ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ ട്രംപിനെതിരെ ആരോപണവും വന്നിട്ടുണ്ട്. നമ്മുടെ RBIയുടെ റേറ്റ് കട്ടായിരുന്നു ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതുപോലെ തന്നെ RBI GDP റേറ്റ് കുറച്ചിട്ടുണ്ട്. അതുപോലെ ഇൻഫ്ലേഷൻ കുറയുന്നത് വളരെ ആശ്വാസകരമാണ് എന്നുള്ള രീതിയിലൊക്കെ കമന്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്വർണ്ണ വായ്പയ്ക്ക് മുതൽ കൂടുതൽ മാർഗനിർദ്ദേശം നൽകും എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റും RBIയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ FIസിന്റെ പൊസിഷൻ, FIസും പ്രോ ട്രേഡേഴ്സും എല്ലാം ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സ് മാത്രമാണ് പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൂടാതെ തന്നെ മാർക്കറ്റിൽ ഇപ്പോഴും ചൈന അമേരിക്ക അത് റിലേറ്റഡ് ട്രേഡ് ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. മാർക്കറ്റ് ഒന്ന് കയറിയതിന്റെ പുറകെ നമ്മൾ ബുള്ളിഷ് ആയിട്ടുള്ള അധികം പൊസിഷനുകൾ എടുക്കാതിരിക്കുക. മറ്റൊന്ന്, ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരാനിരിക്കുന്ന ഡേറ്റ നമുക്ക് കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡേറ്റ, അതുപോലെ തന്നെ IIP ഡേറ്റ, മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ടിനെ സംബന്ധിച്ചുള്ള ഡേറ്റയുണ്ട്. US നിന്നും ഒരു കൺസ്യൂമർ സെന്റിമെന്റ് ഡേറ്റ മാത്രമേ വരാനുള്ളൂ. അതുപോലെ UK GDP, UK ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ജർമ്മനി, ഫ്രാൻസ് എന്നിവയുടെ ഇൻഫ്ലേഷൻ ഡേറ്റയും ഇന്ന് വരാനുണ്ട്. അപ്പോൾ മാർക്കറ്റ് വോളറ്റാലിറ്റിയിൽ പെട്ടുപോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ കുറവുള്ളവർ വീണ്ടും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്.